ഒരു കട്ട പുക നിറഞ്ഞൊരു മുറിയിലേക്ക് നമ്മളൊരു ഫാൻ വെക്കുന്ന പോലെ ജനാലയൊക്കെ തുറന്നിട്ടിട്ട് നമ്മൾ അവിടെ ഒരു ഫാൻ വെക്കുന്നു. അപ്പൊ എന്താവും ഈ പുക കട്ടയായിട്ടുള്ള പുക എന്താവും? പതുക്കെ ഈ ജനാലകളിലൂടെയൊക്കെ ഈ കാറ്റ് തട്ടി പുറത്തേക്ക് ഇങ്ങനെ പോയി പതുക്കെ പതുക്കെ നമുക്ക് ആ ഇരുട്ട് മാറിയിട്ട് പതുക്കെ തെളിഞ്ഞു വരും. അതാണ് ഈ ആ കർമ്മത്തിന്റെ കെട്ടുകടങ്ങളിൽ നിന്ന് നമുക്ക് പതുക്കെ നീങ്ങി മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെയും നമ്മുടെ ആഗ്രഹങ്ങളെയൊക്കെ നമുക്കിങ്ങനെ തലോടി വിളിക്കാൻ പറ്റും. ഒരു കണ്ണാടിയിൽ എങ്ങനെയാണോ പൊടിപടലങ്ങൾ പിടിക്കുന്നത്, ഒരു കണ്ണാടിയിൽ പൊടിപടലം പിടിച്ചു കഴിഞ്ഞാൽ മുഖം നോക്കിയാൽ പറ്റുമോ? രാവിലെ കോളേജിൽ പോകാൻ നേരത്തെ എടുത്ത് നോക്കുമ്പോൾ ഇത് മുഴുവൻ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പതുക്കെ തുടച്ചു. ഇതാണ്. എല്ലാവർക്കും NBCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ള ജ്യോതി മാഡമാണ്. നമസ്കാരം. ഈ 3 തരം കർമ്മങ്ങൾ പറഞ്ഞല്ലോ, അപ്പൊ അതിൽ ആഗമി ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ഈ ആഗമി ശുദ്ധീകരിക്കുക, അതേപോലെ കുറെ ദോഷങ്ങൾ മാറ്റാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞല്ലോ, ഇതെങ്ങനെയാ ചെയ്യുന്നത്? ആഗമി എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ്. മനസ്സിലായോ? മറ്റേതൊക്കെ നമ്മുടെ കൈവിട്ട് പോയ കേസാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പ്രസന്റ് കർമ്മങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പാസ്റ്റ് ലൈഫിനെ കുറിച്ചാണല്ല കർമ്മങ്ങൾ ബാക്ക് നമ്മളെപ്പോഴും നമ്മുടെ ഹൈന്ദവ സംസ്കാരം അനുസരിച്ച് നമ്മളെപ്പോഴും പുനർജന്മത്തിൽ വിശ്വസിക്കുന്ന പൂർവ്വജന്മ കർമ്മ ബന്ധങ്ങളോടുകൂടിയാണ് പുതിയ ആത്മാവ് വരുന്നതെന്നുള്ളത് അതാണ് നമ്മുടെ വിശ്വാസം. അപ്പൊ അങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ എങ്ങനെയാണ് നമുക്കൊരു അച്ഛനമ്മേനെയും കിട്ടി. ഇപ്പൊ പിള്ളേര് പറയോ ഇതൊന്നും വേണ്ടായിരുന്നു, നമുക്ക് ചോയ്സ് ഇല്ല, നമുക്ക് അച്ഛനമ്മേനെ തിരഞ്ഞെടുക്കാൻ ചോയ്സ് ഇല്ല. കാരണം അതൊക്കെ നമ്മൾ പൂർവാർജിത കർമ്മ ബന്ധമായിട്ട് നമ്മുടെ ആത്മാവിന് കുറച്ച് കർമ്മങ്ങൾ നേരത്തെ പ്രാരാബ്ധ കർമ്മങ്ങളുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാരായിരിക്കും നമ്മുടെ അച്ഛനും അമ്മയായിട്ട് വരണം. അതാണ് പറയുന്നത് ഒരു കുടുംബത്തില് ഇത് അച്ഛന്റെ മകള് തന്നെ, ഇത് അമ്മയുടെ മകള് തന്നെ എന്നൊക്കെ പറയില്ലേ. ചില ലിങ്ക് ഉണ്ട് അവിടെ. നമ്മൾ സയന്റിഫിക് പറയുമ്പോൾ ജീൻസിന്റെ കണക്ഷനാണ്, അല്ലെ, ജീനുകളാണ് എന്നൊക്കെ പറയും, ജീനുകളുടെ പ്രവർത്തനങ്ങളാണ് അങ്ങനെ വന്നത്, ക്രോമസോമാണെന്നൊക്കെ പറയുമ്പോഴും ഇത് ശാസ്ത്രീയമായിട്ട് അങ്ങനെ പറയുമ്പോൾ നമ്മൾ അസ്ട്രോളജിക്കൽ പരമായിട്ട് പറയുമ്പോൾ എന്ത് പറയും? ഇതൊക്കെ കർമ്മബന്ധാണ് എന്ന് പറയും. അപ്പൊ ആ കർമ്മബന്ധവും കൊണ്ട് നമ്മളൊരു അച്ഛൻ്റെ അമ്മയായിട്ട് മകളായിട്ട് ജനിച്ചു. നമുക്കിപ്പോ ഒരു പ്രത്യേക എന്തെങ്കിലും ഒരു അസുഖം ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭാവത്തിൽ പഠിക്കുന്ന ഭാവത്തിൽ തന്നെ നമ്മുടെ ലഗ്നാധിപൻ വീക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ കുട്ടിയുടെ ജനിച്ച സമയത്ത് ചന്ദ്രൻ കുറച്ച് വീക്കാണ്, പക്ഷബലമില്ലാത്ത ചന്ദ്രനാണ്, ചന്ദ്രൻ നീചസ്ഥനായിട്ടാണ് നിൽക്കുന്നത്, അങ്ങനെയൊക്കെയുള്ളൊരു ഘട്ടമാണെങ്കിൽ അയാളുടെ മനസ്സിന് എപ്പോഴും അങ്ങനെ വന്നിട്ടുണ്ട് എൻ്റെ അടുത്ത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ അവരടുത്ത് പറയണത്? മോൾക്ക് കുറച്ച് ഓവർ തിങ്കിങ്ങും ചില സമയത്ത് വല്ലാതെ ഡിപ്രഷനായി പോവുകയും മൂഡ് സ്വിംഗ് ഒക്കെ ഉള്ള ആളാണോ? യെസ്. അപ്പൊ നമ്മൾ എന്താ അത് കർമ്മബന്ധാണ് കേട്ടോ, അത് നിങ്ങളുടെ വിധിയാണേ എന്നല്ല പറയുന്നത്. പകരം എന്ത് ചെയ്യും? ആ കുട്ടിക്ക് അപ്പൊ ഏതാണ് അവരുടെ സാഹചര്യം നമ്മൾ നോക്കണം. ചിലർക്ക് അതിനുവേണ്ടി എന്തെങ്കിലും ഒരു സ്റ്റോണോ ലക്കി സ്റ്റോൺ പറഞ്ഞു കൊടുത്താൽ അത് ഇടാൻ പറ്റുന്നവരായിരിക്കും. അപ്പൊ അവരുടെ ആഗമി കർമ്മത്തിൽ അവരൊരു ചേഞ്ച് വരുത്തിയിരിക്കുകയാണ്, അത് നല്ലൊരു തീരുമാനത്തിലൂടെ അവരത് ചെയ്തു. അപ്പൊ ആ മനസ്സിനപ്പൊ ചിലർക്ക് അത് പറ്റില്ല, ചിലർക്ക് കുഴപ്പമില്ല, എന്തെങ്കിലും വഴിപാട് പറഞ്ഞോളൂ ഞങ്ങൾ ചെയ്തോളാം. അപ്പൊ നമ്മൾ അത് പറഞ്ഞു കൊടുക്കും. താന്ത്രികപരമായിട്ട് ഉള്ള ക്രിയകളിലൂടെ അത് മാറ്റിയെടുക്കാൻ പറ്റും. ചില പാപകർമ്മങ്ങൾ, ഇപ്പൊ 7 കുജൻ എന്നൊക്കെ പറയുന്നത്, നമുക്ക് അങ്ങനെ പല ക്രിയകളുണ്ട്. താന്ത്രിക ക്രിയകളിലൂടെ ആ കുജന്റെ ശക്തി എനർജിയെ നമ്മളൊന്ന് ന്യൂട്രലൈസ് ചെയ്ത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള താന്ത്രികപരമായ കർമ്മങ്ങളുണ്ട്, അത് ചെയ്യാം. അല്ല ഇനി നമ്മള് പറയുവാണ് നമുക്ക് അതിനൊന്നും പറ്റില്ല, അതിനുള്ള സാഹചര്യം ഇല്ല, വീട്ടിൽ ആർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളോട് വിശ്വാസം ഇല്ല, അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ഹൈന്ദവര് തന്നെയൊന്നും അല്ല നമ്മളെ കാണാൻ വരുന്നത്, വേറെ മതസ്ഥരും വരും. അപ്പൊ നമ്മൾ അവരോട് എന്ത് പറയും? നിങ്ങളുടെ ആചാരപ്രകാരം നിങ്ങൾക്ക് എന്താണോ ഇന്ന ദോഷങ്ങളാണോ വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ക്രിസ്ത്യൻസിന്റെയൊക്കെ 7 ശനിയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നമ്മൾ ഇത് നിങ്ങളുടെ വിധിയാണ്, അങ്ങനെ നടന്നോട്ടെന്നല്ല പറയുന്നത്. പകരം നമ്മൾ എന്ത് പറയും? അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ ഇപ്പൊ ഗീവർഗീസ് പുണ്യാളനാണെങ്കിൽ അവിടെ പോയിക്കോളൂ, എന്നിട്ട് പാമ്പിനോ എന്തെങ്കിലും രാഹുവും ശനിയും ഒക്കെ ഇടഞ്ഞു നിൽക്കുവാണെങ്കിൽ പാമ്പിന്റെ രൂപങ്ങൾ വാങ്ങിച്ച് നടക്കൽ വെക്കൂ, അവിടെ ശനിയാഴ്ച ദിവസങ്ങള് നീല മെഴുകുതിരി കത്തിക്കൂ, ഇന്ന വഴിപാടുകൾ ചെയ്യൂ. അപ്പൊ അവരത് ചെയ്യും. മനസ്സിലായോ? നമ്മളാണെങ്കിൽ എന്തെങ്കിലും പ്രാർത്ഥന, ഇതെല്ലാം നമ്മുടെ കർമ്മത്തിന്റെ ഒരു കട്ട പുക നിറഞ്ഞൊരു മുറിയിലേക്ക് നമ്മളൊരു ഫാൻ വെക്കുന്ന പോലെ ജനാലയൊക്കെ തുറന്നിട്ടിട്ട് നമ്മൾ അവിടെ ഒരു ഫാൻ വെക്കുന്നു. അപ്പൊ എന്താവും? ഈ പുക പുക
കട്ടയായിട്ടുള്ള പുക എന്താവും, പതുക്കെ ഈ ജനാലകളിലൂടെയൊക്കെ ഈ കാറ്റ് തട്ടി പുറത്തേക്ക് ഇങ്ങനെ പോയി പതുക്കെ പതുക്കെ നമുക്ക് ആ ഇരുട്ട് മാറിയിട്ട് പതുക്കെ തെളിഞ്ഞു വരും. അതാണ് ഈ ആഗമി കർമ്മങ്ങളുടെ ശുദ്ധീകരണം. ആഗമി കർമ്മത്തെ നമ്മൾ അങ്ങനെയൊക്കെയാണ് പ്രാർത്ഥനയിലൂടെ, പരിഹാര കർമ്മങ്ങളിലൂടെ, അല്ലെങ്കിൽ നമ്മളെ മെഡിറ്റേഷനിലൂടെ, അങ്ങനെ പല കാര്യങ്ങളിലൂടെ നമ്മൾക്ക് ഈ കർമ്മം നമ്മുടെ എനർജിയെ ബാലൻസ് ചെയ്യാൻ പറ്റും. അതൊരു എന്താ പറയാ, അതുകൊണ്ടാണ് നമുക്ക് എല്ലാം വിധി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെയും കുറച്ചൊരു പെർസെന്റേജ് നമുക്കായിട്ട് ദൈവം വച്ചിട്ടുണ്ട്. അതായത് ഈ ജന്മത്തിൽ നമ്മൾ എന്താണോ ചിലതൊക്കെ കാർമികമായിട്ടുള്ള ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ട ബോണ്ടോടുകൂടി നമ്മൾ ജനിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ പറയില്ലേ, ഒരു തലമുറ കഴിഞ്ഞ് 2 തലമുറ കഴിഞ്ഞ് 3 തലമുറ കഴിഞ്ഞിട്ടും അതേ അസുഖങ്ങള് അല്ലെങ്കിൽ അതേപോലുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വരുന്നു. ഒരു തലമുറയ്ക്ക് കുട്ടികൾ ഉണ്ടാവാതെ പോയിട്ട് പിന്നെ അടുത്ത തലമുറയിലെ ഇത്രയും ഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ ഉണ്ടെങ്കിൽ പോലും വന്ധ്യത അനുഭവിച്ച് അതിന്റെ വിഷമങ്ങളിൽ തീരുന്ന ആൾക്കാർ, അങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് ഇതിനകത്തൊക്കെ. അപ്പൊ അതിനൊക്കെ പരിഹാരങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ശക്തമായ പ്രാർത്ഥനകളും പരിഹാരങ്ങളും അത് ഏത് ഗ്രഹത്തെ കൊണ്ടാണെന്നൊക്കെ നോക്കിയിട്ട് കൃത്യമായി അതിന്റെ രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ വലിയ വഴിപാടുകളൊന്നും അല്ല, സിമ്പിൾ കാര്യങ്ങളിലൂടെ നമ്മൾ നീങ്ങിയാല് ആ കർമ്മത്തിന്റെ കെട്ടുകടങ്ങളിൽ നിന്ന് നമുക്ക് പതുക്കെ നീങ്ങി മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെയും നമ്മുടെ ആഗ്രഹങ്ങളെയൊക്കെ നമുക്കിങ്ങനെ തലോടി വിളിക്കാൻ പറ്റും. അതിനാണ് നമ്മൾ ഈ ആഗമി കർമ്മങ്ങളിലെ ശുദ്ധീകരണം എന്ന് പറയുന്നത്. അല്ലാതെ വലിയ കാര്യമല്ല. നമ്മളൊരു തെറ്റ് ചെയ്തു, നമ്മുടെ ആത്മാവ് ഒരു തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ, നമ്മള് സ്പിരിച്വലി ആണല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ ആ കണക്ഷനിൽ എവിടെയോ നമ്മൾ അറിയാതെ ചെയ്തു പോയ കുറെ കാര്യങ്ങൾ നമ്മളിപ്പോ ഒരു ജ്യോതിഷിയുടെ അടുത്ത് ചെല്ലുമ്പോ അയാൾ ഇങ്ങനെ കാര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ മൈനസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതാണ് ശുദ്ധീകരണം എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും പറ്റും. അതിനാണ് നമ്മളോട് പറയുന്നത് പ്രാർത്ഥിക്കണ്ട എന്ന് പറയുന്ന ഏതെങ്കിലും മതമുണ്ടോ? കാരണം പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് ദൈവികമായിട്ട് അല്ല, നമ്മുടെ എന്താ പറയണത്, നമ്മുടെ സ്പിരിച്വൽ ആ എന്താണ് ഒരു കണ്ണാടിയിൽ എങ്ങനെയാണോ പൊടിപടലങ്ങൾ പിടിക്കുന്നത്, ഒരു കണ്ണാടിയിൽ പൊടിപടലം പിടിച്ചു കഴിഞ്ഞാൽ മുഖം നോക്കിയേ പറ്റുമോ? രാവിലെ കോളേജിൽ പോകാൻ നേരത്തെ എടുത്ത് നോക്കുമ്പോൾ ഇത് മുഴുവൻ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പതുക്കെ തുടച്ചു. ഇതാണ്. അപ്പൊ അങ്ങനെ തുടച്ചു കഴിയുമ്പോ എന്താ ഈ കണ്ണാടി ആ തുടയ്ക്കുന്ന രീതി അല്ലെ, അതെന്തുകൊണ്ട് തുടയ്ക്കുന്നത്? നമുക്ക് വേണമെങ്കിൽ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു തുണി എടുത്ത് ഇങ്ങനെ ചുമ്മാ തുടക്കാം. ഇല്ല, നമ്മൾ കുറച്ചും കൂടി എന്തെങ്കിലും ഒരു സ്പ്രേ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് തുടക്കാം. അതാണ് ആ വേ ഓഫ് പാറ്റേൺ. ഏത് രീതിയിൽ ശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണ് അത് പറഞ്ഞു തരുന്നതാണ്. നമ്മുടെ ഇപ്പൊ ഓരോ ആൾക്കാർ ഏത് മതത്തിലുള്ളവരാണെങ്കിലും അതിന്റെ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് പറയും ഇന്നത് ചെയ്യൂ എന്ന്. അതാണ് നമ്മുടെ കർമ്മശുദ്ധീകരണം. അത് പാസ്റ്റ് നമുക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ പ്രസന്റില് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ വില്ല്. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെയാണോ, പിന്നെ അതിനൊക്കെ ഒരു കുറച്ചും കൂടി ഡീപ്പായിട്ട് പറയുകയാണെങ്കിൽ അതിനും ഒരു ഭാഗ്യമൊക്കെ വേണം. നമുക്ക് നല്ലൊരു ഗുരുവിനെ കണ്ടെത്താൻ, അല്ലെങ്കിൽ ചിലരുടെ ജാതകങ്ങളൊക്കെ നോക്കി ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ഇങ്ങനെ പറന്ന് നടക്കുന്നവരുണ്ടാവും. കാശും ഇതുമൊക്കെ കൊടുത്തിട്ട് അവർക്ക് നല്ല ഗുരുവിനെ കിട്ടില്ല. അപ്പൊ കർമ്മശുദ്ധീകരണത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് നമുക്ക് നല്ല ഗൈഡ് ലൈൻ കിട്ടുക എന്നുള്ളത്. ഒരു പ്രാർത്ഥനയിലെ വലിയ കാര്യം, എനിക്ക് വീട് വേണേ അല്ലെങ്കിൽ അത് വേണേ, ഞാൻ പഠിക്കാതെ എനിക്ക് ജയിക്കണേ എന്നൊന്നും അല്ല പ്രാർത്ഥിക്കേണ്ടത്. നമ്മളെ ഗൈഡ് ലൈൻ തരാൻ നല്ല ഭഗവാനായിട്ട് വരും. അപ്പൊ ഭഗവാൻ നേരിട്ട് ഇങ്ങനെ ശംഖചക്ര ഗദാധാരിയായിട്ട് വന്ന് നിൽക്കുന്നില്ല. പക്ഷേ ഏതെങ്കിലും ഒരു രൂപത്തിൽ, മേ ബി ഒരു ഫ്രണ്ട് ആകാം, അല്ലെങ്കിൽ നമ്മുടെ ലവറാകാം, അല്ലെങ്കിൽ നമ്മുടെ നൈബറാകാം, ഇല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത ഒരാള് ഒരു വാക്കുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ഒരാളാലും നമുക്ക് നമ്മുടെ ആ പ്രശ്നം നമുക്ക് ആരോട് പറയണമെന്നറിയാതിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ മേ ബി ആരെങ്കിലും ആയിട്ട് വന്നിട്ട് ഇത് എന്താ വിഷമിച്ചിരിക്കണം. അപ്പൊ നമുക്ക് ചിലപ്പോ ആരും നമ്മൾ ഇതിനു മുമ്പ് കേട്ടാത്ത ഒരാളാണെങ്കിൽ പോലും നമ്മൾ ചിലപ്പോ പറയും അതെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അയാളുടെ ഒരു വാക്കായിരിക്കും ചിലപ്പോ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ ആക്സിഡന്റലി എന്നൊക്കെ നമുക്ക് പറയാം, അല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് ആണെന്നൊക്കെ പറയാം. അല്ല, അത് നമ്മുടെ പ്രാർത്ഥനയുടെയും നമ്മുടെ ദൈവാധീനവും നമ്മുടെ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോ നമ്മുടെ ഇപ്പൊ മോൾ ഇങ്ങനെ പഠിക്കാൻ പോകുന്നു, മോൾക്ക് ഇതൊന്നും ചെയ്യാൻ സമയമില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മാതാപിതാക്കൾക്ക് അതിൽ വലിയൊരു പങ്കുണ്ട്. നിങ്ങൾക്ക് യൂത്താണ്, നിങ്ങൾക്ക് ഒരുപാട് കോളേജിലൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും മാതാപിതാക്കള്, പ്രത്യേകിച്ച് അമ്മ വീട്ടമ്മ ആണെങ്കിലും ജോലിക്ക് പോകുന്നതാണെങ്കിലും അവര് കുറച്ചൊന്ന്
ഈ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഇപ്പൊ പലപ്പോഴും കുട്ടികൾ വഴിതെറ്റി പോകുന്നുണ്ട്. എല്ലാം അറിയുമ്പോൾ വൈകി പോകും. അപ്പോഴാണ് നമ്മൾ ഈ വീട്ടമ്മമാരാണെങ്കിലും ഓഫീസിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും ആ കുട്ടിയുടെ ജാതകം ഒരു ടീനേജ് ഒക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് നോക്കണം. പണ്ട് നോക്കുമായിരുന്നു അങ്ങനെ. വിവാഹം എപ്പോഴാണ്, എങ്ങനെയുള്ള വിവാഹമായിരിക്കും, പഠിക്കുവോ, അതൊക്കെ ഒന്ന് നോക്കിക്കണം. ഒന്നിനുമല്ല, ജസ്റ്റ് അവർക്ക് അവരുടെ മക്കളെ കുറിച്ചൊരു ഔട്ട്ലൈൻ കിട്ടാൻ അത് ഉപകരിക്കും. തോന്നുന്നുണ്ടോ അങ്ങനെ?